ഫേഷ്യൽ മാജിക്ക് ഈ ഒരു ഫേഷ്യൽ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിന്നിൻ്റെ നിറം വെക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇവിടെ ലൈവായിട്ട് തന്നെ ചേഞ്ചസ് കാണിച്ചിട്ടാണ് കാര്യത്തിലേക്ക് പോകുന്നത്. ഇടാത്ത ഭാഗവും ഇട്ട ഭാഗവും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ത്തിന് വേണ്ടി മാസത്തിൽ ഒരിക്കലെങ്കിലും സെലൂണിൽ കയറിയിട്ട് നമ്മൾ ഫേഷ്യൽ ചെയ്യാറുണ്ട്. ഈ ഒരു ഫേഷ്യൽ നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ ഇനി സെലൂണിൽ പോയിട്ട് പണം കളയുക പോലും ചെയ്യില്ല. നിങ്ങളുടെ സ്കിന്നിന് ഇപ്പോൾ എന്താണോ പ്രശ്നമുള്ളത്, ഈ ഒരു ഫേഷ്യൽ ഒന്ന് ചെയ്താൽ മതി. ടാന്, അതായത് കരിവാളിപ്പുണ്ടെങ്കിലും, സ്കിന്നിനകത്തുന്ന റിങ്കിൾസ് ഉണ്ടെങ്കിലും, പിമ്പിൾസിൻ്റെ പാടുണ്ടെങ്കിലും, ആക്നി ഉണ്ടെങ്കിലും അതെല്ലാം നിങ്ങളുടെ സ്കിന്നിൽ നിന്ന് വെറും 1 മിനിറ്റ് കൊണ്ട് തുടച്ചു മാറ്റി സ്കിന്നിനെ നല്ല തിളക്കം വെപ്പിക്കാൻ സഹായിക്കുന്ന ഒരടിപൊളി ഒരു ഫേഷ്യലാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. സമയം കളയണ്ട, നമുക്ക് ആ ഒരു ഫേഷ്യൽ ചെയ്യാം കേട്ടോ. അതിൻ്റെ മുന്നേ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് റംസാനിയ. എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യനാണ്. ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്ന ഈ ഒരു ഫേഷ്യൽ ഉണ്ടല്ലോ, നിങ്ങളിപ്പോൾ എത്ര സെലൂണിൽ പോയിട്ട് എത്ര രൂപ കൊടുത്താൽ പോലും കിട്ടാത്ത റിസൾട്ട് വെറും ഹോം മെയ്ഡ് പരമായിട്ടുള്ള ഈ ഒരു ഫേഷ്യലിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ ഒരു ഫേഷ്യൽ ഒന്ന് ചെയ്തു നോക്ക്. നിങ്ങളുടെ സ്കിന്നിനുണ്ടാകുന്ന മാറ്റം നിങ്ങളെപ്പോലും ഞെട്ടിക്കും. സമയം കളയാതെ തന്നെ നമുക്ക് ആ ഒരു ഫേഷ്യൽ ചെയ്യാം. അത് ചെയ്തിട്ടുള്ള ആ ഒരു ലൈവ് ചേഞ്ചസും കാണാം, റിസൾട്ട് നമുക്ക് കാണാം. അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതും കാണാം. അതിലേക്ക് പോകാം. വെറും ഒരു സ്റ്റെപ്പിൽ ഫേഷ്യൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ലായിരിക്കും. ഈ ഒരു ഫേഷ്യൽ നിങ്ങളുടെ സ്കിന്നിന് നല്ല രീതിയിൽ മാറ്റം നൽകാൻ സാധിക്കുന്നതാണ്. വെറും ഒറ്റ സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. ആദ്യം നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു പാത്രം എടുക്കണം. അതിലേക്ക് നമ്മൾ റൈസ് പൗഡറാണ് ചേർക്കേണ്ടത്. പുട്ടിനെടുക്കുന്ന റൈസ് പൗഡർ അല്ല വേണ്ടത്, പത്തിരിക്ക് എടുക്കുന്ന റൈസ് പൗഡർ 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കണം. റൈസ് പൗഡർ നമ്മുടെ സ്കിന്നിൻ്റെ ഡെഡ് സ്കിന്നിനെ ഇല്ലാതാക്കി സ്കിന്നിനെ നല്ല ക്ലീൻ ആക്കാനായിട്ട് റൈസ് പൗഡറിൽ നിന്ന് സാധിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം ഹണിയാണ് ചേർക്കേണ്ടത്. ഹണി നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. സ്കിന്നിനെ നല്ല രീതിയിൽ നിറം വെപ്പിക്കാനും അൺഇവൻ സ്കിൻ ടോൺ, പിഗ്മെൻറ്റേഷൻ, ടാൻ എന്നിവയൊക്കെ സ്കിന്നിൽ നിന്ന് ക്ലീൻ ആക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. പിന്നെ വേണ്ടത് റോ മിൽക്കാണ്, അതായത് പച്ചപ്പാല്. ഇനി ഇത് നല്ല പോലെ അങ്ങോട്ട് മിക്സ് ആക്കണം. അങ്ങനെ നമ്മുടെ ആ പാക്ക് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പാക്ക് നിങ്ങൾക്ക് മാസത്തിലൊരിക്കൽ സ്കിന്നിൽ ഇട്ടാൽ മതി. ഫേഷ്യൽ ചെയ്ത പോലെ തന്നെ തിളക്കം നിങ്ങൾക്ക് ഈ ഒരു ഫേഷ്യൽ പാക്കിൽ നിന്ന് കിട്ടുന്നതാണ്. അങ്ങനെ നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി പെട്ടെന്ന് തന്നെ നമുക്കിത് സ്കിന്നിലേക്ക് ഇടാം. ഇവിടെ ഞാൻ എൻ്റെ കൈകളിലാണ് ഇടുന്നത്. നിങ്ങൾ ഇതേ രീതിയിൽ തന്നെ നിങ്ങളുടെ ഫേസിലിട്ട് 1 മിനിറ്റ് ഒന്ന് മസാജ് ചെയ്യുക. അതിനുശേഷം ഉണങ്ങാൻ വേണ്ടി നിങ്ങൾ വിട്ടു കൊടുക്കേണ്ടതാണ്. നമുക്കിപ്പോൾ ഫേഷ്യൽ ചെയ്യുന്ന സമയത്ത് ഈ ഒരു പാക്കിനകത്ത് നമ്മുടെ ഈ ഒരു ഫേഷ്യലിനകത്ത് നിന്ന് പാക്കിൻ്റെ ഗുണവും സ്ക്രബിൻ്റെ ഗുണവും മസാജിൻ്റെ ഗുണവും എല്ലാം കൂടി ഒരുമിച്ച് കിട്ടുന്ന ഒരു കിടിലൊരു സംഭവമാണ്. അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ സംഭവം. ഇനി നമുക്കിത് ഉണങ്ങാൻ വേണ്ടി ഒരു 3 മിനിറ്റോളം വെക്കാം. 3 മിനിറ്റിന് ശേഷം തുടച്ചപ്പോൾ ഉള്ള സ്കിന്നിൻ്റെ ആ ഒരു ചേഞ്ചസ് കണ്ടോ? ഇടാത്ത ഭാഗവും ഇട്ട ഭാഗവും തമ്മിലുള്ള ആ ഒരു രാപ്പകൽ വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. ഇത് അടിപൊളി സംഭവമാണ്. നിങ്ങൾ മാസത്തിലൊരിക്കൽ ചെയ്താൽ മതി. നിങ്ങളുടെ സ്കിന്നിന് ഇനി പണം മുടക്കി ഫേഷ്യൽ ചെയ്യേണ്ട ആവശ്യമില്ല. കണ്ടല്ലോ, ഫേഷ്യലൊക്കെ ചെയ്തത് വളരെ എളുപ്പം ചെയ്യാൻ സാധിക്കുന്നതുമാണ്. നിങ്ങളൊരു 5 മിനിറ്റ് മാത്രം മാറ്റി വെച്ചാൽ മതി. നമുക്ക് ആ ഒരു സെലൂണിൽ കൊടുക്കുന്ന പൈസ ഉണ്ടല്ലോ, നിങ്ങളിപ്പോൾ 2000-3000 കൊടുത്ത് ചെയ്യുന്ന ഫേഷ്യലിനെക്കാട്ടിലൊക്കെ അതിനെക്കാട്ടിലും ഇരട്ടിക്കല്ലേ റിസൾട്ട് കിട്ടിയത്. കൂട്ടുകാരെ, ഒന്ന് ചെയ്ത് നോക്കണേ. ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടും വന്ന് എന്നോട് പറയാനും കൂടി നിങ്ങൾ മറക്കല്ലേ. പിന്നെ ഒരു വീഡിയോ മാക്സിമം ഒന്ന് ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒക്കെ ഒന്ന് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് എന്തായാലും പുതിയ വീഡിയോയുമായി കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.